അതായത് ഈ പടത്തെക്കുറിച്ച് മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പടം കാണാൻ വരരുത്. അത് തന്നെയാണ് ഇതെനിക്കും പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് 17-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇതിൻ്റെ കഥയിലും ആർട്ട് വർക്കിലും എല്ലാം ആ മികവ് പുലർത്താനായിട്ട് അതിന് സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് കഥാപാത്രങ്ങളിലൂടെ, അതായത് ഏതാനും കുറച്ച് 3, 4, 5 കഥാപാത്രങ്ങളെ അതിനകത്തുള്ളൂ. അവരിലൂടെ ഒരു ഫുൾ സിനിമ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതാണ് അതിൻ്റെ പിന്നിലുള്ള ബ്രില്യൻസ് നമ്മൾ തള്ളിക്കളയാതിരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ അർജുൻ അശോകൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് ഇതിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ കാര്യം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മമ്മൂക്ക പിന്നെ ആ കഥാപാത്രത്തോട് പുള്ളി ആ കഥാപാത്രമായിട്ട് ജീവിച്ചു എന്ന് പറയാം, അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കിതിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് എന്തുകൊണ്ടാണ് ഈ പടം ചെയ്തതെന്നുള്ളൊരു അങ്ങനെ തോന്നേണ്ടാനുള്ള കാരണം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഒരു 10 വയസ്സിലെ സിനിമ കാണുമ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആ രീതിയിലാണ് ഈ പടം മേക്ക് ചെയ്യാൻ ശ്രമിച്ചേക്കണം. അതിൻ്റെ ആ ദുരൂഹതകളും ആ ബിൽഡിങ്ങിൻ്റെ ദുരൂഹതകളും ആ മനയുടെ ദുരൂഹതകളും ഇതെല്ലാം എടുത്തു കാണിക്കാനായിട്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ പടം എൻജോയ് ചെയ്തു. നിങ്ങൾ യാതൊരുവിധ പ്രതീക്ഷകളും ഇല്ലാതെ പോവുക ഈ പടം കാണാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പടം എൻജോയ് ചെയ്യാൻ സാധിക്കും. പടം ഗംഭീര വർക്കാണ്. നമ്മൾ ഒരു എല്ലാ സൈഡും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു കഴിഞ്ഞാലും ടെക്നിക്കൽ സൈഡ്, പിന്നെ ആർട്ട് വർക്ക്, സെറ്റ് വർക്ക് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൽ മമ്മൂക്കയാണ് തകർത്തേക്കണത്. കാരണം പുള്ളി ഇതുവരെ കാണാത്ത ആ ഒരു ചിരിക്കുമ്പോഴുള്ള ആ ഒരു ഡെവിലിഷ്നെസ് പോലും ഭയങ്കരമായിട്ട് പുള്ളി നമുക്ക് കൈയടിച്ചു പോകും. നമ്മൾ ആ ക്ലൈമാക്സിലൊക്കെ ആയാലും കുറേ സീനുകളിലൊക്കെ നമ്മൾ പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ട് ഇങ്ങനെ രോമാഞ്ചം വരും. അത്ര ഗംഭീരമായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചേക്കണം. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ തകർത്തിട്ടുണ്ട്. അർജുൻ അശോകൻ രണ്ടുപേരുടെയും കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് പറയാം. സിനിമ ആയാലും നല്ല ഒരു പുതിയൊരു പടം ഇതുവരെ കാണാത്ത ടൈപ്പിലുള്ള ഒരു പടം കാണുന്ന പോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. നമ്മളത് ശ്രദ്ധിക്കണില്ലല്ലോ. നമ്മൾ പടം എൻഗേജിങ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതൊന്നും അറിയില്ല. പിന്നെ ഇതൊരു ഇപ്പോൾ ഡാർക്ക് മൂഡിലെ പടങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ, അതിലങ്ങനെ ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ ഇതും പിന്നെ ആ പഴയ കാലഘട്ടമാണല്ലോ. അപ്പോൾ അത് നമുക്കത് ഈസിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. തിയേറ്ററിൽ തന്നെ കാണാനുള്ളതുണ്ട്. ഭ്രമയുഗം എന്ന സിനിമ ഒരു അതിഗംഭീര സൃഷ്ടിയാണ്. കാരണം മോണോക്രോം എന്ന, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു മാധ്യമത്തിൽ കൂടെ തന്നെ ചിത്രീകരിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യസ്തത ആ കളർ പാറ്റേണിൽ തന്നെ തുടക്കം മുതലുണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് യൂസ് ചെയ്ത രീതി, ആ കാലഘട്ടം സെറ്റ് ചെയ്ത രീതി, 18-ാം നൂറ്റാണ്ട് എന്നുള്ളത് ഈ കളർ പാറ്റേണിൽ തന്നെ 18-ാം നൂറ്റാണ്ടിനെ നമുക്ക് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ എടുത്തുകൊണ്ടുപോയി. അതുപോലെ തന്നെ 3-4 കഥാപാത്രങ്ങൾ മാത്രമാകുമ്പോൾ ഒരു ആവർത്തനം, അവരെ വെച്ചിട്ട് എങ്ങനെ ഈ കഥ മുന്നോട്ട് പോകുമെന്ന് തോന്നിയെങ്കിലും ഒരു 2-3 സീനുകൾ കഴിയുമ്പോൾ തന്നെ ഈ കാണുന്ന പ്രേക്ഷകരെ മൊത്തം ആ ഒരു മനയ്ക്കകത്താണ്. അതുകൊണ്ട് തന്നെ ഇത് 3-4 പേരുടെ കഥയല്ല, ഈ കാണുന്ന എല്ലാവരുടെയും കഥയാണ്. നമ്മൾ തോട്ട് പ്രോസസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചാൽ ഇതൊരു ബുദ്ധിജീവി സിനിമയാണോ ആ രീതിയിലേക്ക് പോകും. പക്ഷേ ഇതൊരു ടൈം ലൂപ്പ് സിനിമയാണ്. കാരണം ഇതിൻ്റെ അവസാനം ഒരു അധികാര കൈമാറ്റം നടന്നിട്ടുണ്ട്. ആ അധികാര കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചാത്തൻ നമ്മളെ കൂടെ തന്നെയുണ്ട്. ആ ഒരു രീതിയിലുള്ള തോട്ട് പ്രോസസ്സിൽ വേണമെങ്കിൽ ഈ സിനിമ കാണാം. അല്ലാതെ തന്നെ ഒരു സാധാ ഫാൻറ്റസി ഹൊറർ മൂവി എന്ന രീതിയിലും ഈ പടം ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. ഒരു മസ്റ്റ് വാച്ച്, നല്ല തിയേറ്ററിൽ, നല്ല സൗണ്ട് ഡിസൈനുള്ള ഒരു തിയേറ്ററിൽ കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഭ്രമയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഹൊറർ പടം കണ്ട സാറ്റിസ്ഫാക്ഷൻ, കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു ഇതാണ്. എടുത്തു പറയേണ്ടതാണ് ഈ പെർഫോമൻസസ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും സൗണ്ട് ഡിസൈൻ ആണെങ്കിലും അപാരമായിട്ടുണ്ട്. കറക്റ്റായിട്ടാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് എല്ലാം. ഒരു ഇതുകൊണ്ടും നമുക്ക് ബോറടിപ്പിക്കുന്ന പോലെ ഒന്നുമില്ല. ഒരു സെക്കൻഡ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് കണ്ണ് തെറ്റാനുള്ളൊരു സ്കോപ്പ് പോലും ഇല്ല. അത്രയും എൻഗേജിങ് ആയിട്ടാണ് പടം പിടിച്ചിരിക്കുന്നത്. മമ്മൂക്കയെക്കുറിച്ച് എന്താ പറയണ്ടേ? മമ്മൂക്ക എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. അത് എത്രത്തോളം നമ്മൾ പറഞ്ഞാലും നമുക്ക് ഒരു മലയാളി എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിക്ക് വി ഷുഡ് ബി പ്രൗഡ് ദാറ്റ് വി ഹാവ് എൻ ആക്ടർ ലൈക്ക് ദിസ്. അപ്പോൾ ആക്ടർ എന്നുപരി പുള്ളി ഒരു ലെജൻഡാണ്. അത് പുള്ളി വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഓരോ സിനിമ ഇങ്ങനെ കഴിയും തോറും പുള്ളിയുടെ ആ സ്റ്റേറ്റസ് ഇങ്ങനെ പീക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലും കൂടുതൽ പീക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോൾ പീക്കിലാണ് പുള്ളി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങൾ നമ്മൾ കുറേ ഇംഗ്ലീഷിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുഴുനീളം ആൾക്കാർ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം
അവർ ബ്രേക്ക് ചെയ്തു. അത് നമ്മളത് ആലോചിക്കുന്നില്ല. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം കാണുന്ന പോലെ നമ്മൾ ആലോചിക്കില്ല. ഒന്ന് കയറി ഇരുന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ സെറ്റാണ്. പടത്തിൽ ഫുള്ള് ഇരുന്ന് നമ്മളങ്ങനെ ആയിപ്പോകും. കാരണം ആ ഒരു പീരീഡ് 17th സെഞ്ച്വറി പീരീഡിൽ അവരത് സെറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും നമുക്ക് ഭയങ്കര കൺവിൻസിങ് ആയി തോന്നും. നമുക്ക് കളറിനെ കുറിച്ച് നമ്മൾ ബോധയുടെയല്ല, പിന്നെ ഉള്ള ഫ്രെയിമിൽ എന്താണോ അവിടെ എന്താണ് പെർഫോമൻസ് നടക്കുന്നത്, അവിടെ എന്താണ് മൂവ്മെൻറ്റ് നടക്കുന്നത്, അതായത് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ, വേറെ ഒന്നും ശ്രദ്ധിക്കില്ല.